എൻ്റെ പേര് ബോബൻ സക്കറിയ. ഞാൻ അമേരിക്കയിൽ ഫിലാഡൽഫിയ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. പരിശുദ്ധ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്ന പുനർജന്മം നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ എൻ്റെ കിഡ്നിയിൽ ഒരു ക്യാൻസർ വന്നു. 7.5 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്നു. അത് എടുത്തു കളയേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു കിഡ്നി നഷ്ടപ്പെട്ട് 1 വർഷത്തോളം ഇമ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തു. അതിൽ ആദ്യ 6 മാസം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ 1 വർഷം പൂർത്തിയായപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ IVC ഇൻഫീരിയർ വീന കവ എന്ന് പറയുന്ന വെയിനകത്ത് വീണ്ടും ഗ്രോത്ത് കണ്ടു. ഡോക്ടർമാർ വിശദമായിട്ട് ചെക്ക് ചെയ്തു. 15 ഡോക്ടർമാരടങ്ങുന്ന പാനൽ ചെക്ക് ചെയ്ത് അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ടച്ച് ചെയ്യാനൊക്കത്തില്ല, ഓപ്പറേഷൻ ചെയ്യാനൊക്കത്തില്ല, വേറെ ഒരു ട്രീറ്റ്മെൻറ്റും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ കൊടുത്തു. എല്ലാ ഡോക്ടേഴ്സും അത് തന്നെ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകളെ വിളിച്ച് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അപ്പായിക്ക് നിങ്ങൾ സന്തോഷം കൊടുക്കുക, ഏത് സമയത്ത് മരണം നടക്കാം, എപ്പോഴാണെന്നറിയത്തില്ല, രാത്രിയിൽ കിടക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇളയ മകൾ ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുകയും ചെയ്തു. അങ്ങനെ മുട്ടുകുത്തി ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും വേദവായനയും നടത്തി. അത് കഴിഞ്ഞ് നവംബർ 16-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഭാര്യ എൻ്റെ ഇടയ്ക്ക് വളരെ വിഷമത്തോടുകൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ നവംബർ 17-ന് പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ തിരിച്ച് ഞങ്ങളെ വിളിക്കുകയും എൻ്റെ ജന്മദിനമായ നവംബർ 30-ാം തീയതി അപ്പോയിൻമെൻറ്റ് തരികയും ചെയ്തു. ഞങ്ങളിവിടെ ചെന്നു. എൻ്റെ ഭാര്യ വിഷമത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഒരു സന്തോഷമായ ഒരു വാർത്ത തരുവാൻ ഇടയാകണമെന്ന്. 30-ാം തീയതി ചെന്നു. ഞങ്ങൾ അന്നേരം അവർ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ഇൻഫീരിയർ വീന കവയുടെ അകത്തുണ്ടായിരുന്ന ഗ്രോത്ത് പുറത്തായിട്ട് കണ്ടു. അങ്ങനെ അവർ ട്രീറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ 5 ദിവസം എവരി അതർ ഡേയിൽ ഒന്നോടെ വിട്ടുള്ള ദിവസങ്ങളിൽ 2 മണിക്കൂർ വെച്ച് റേഡിയേഷൻ ചെയ്തു. കഴിഞ്ഞ 4-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഫ്ലൈ ചെയ്യാമോ എന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു എനിക്ക് ഫ്ലൈ ചെയ്യാം, സേഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവിനെ കാണാൻ വേണ്ടി വന്നതാണ്, നന്ദി പറയാനും വന്നതാണ്. ഇതാ ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും എന്നാണ് കർത്താവ് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ മോശയോട് പറയുക. ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിൽ അവർക്ക് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അതൊന്നും അവരെക്കൊണ്ട് ജയിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ആ പ്രതിബന്ധങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോഴാണ്, ജനം പകച്ചു നിൽക്കുമ്പോഴാണ്, ജനം പിറുപിറുക്കുമ്പോഴാണ് കർത്താവ് മോശയോട് ഈ തിരുവചനങ്ങൾ പറയുക. ഒരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ. ഇവിടെ ബോബൻ സക്കറിയ എന്ന മകൻ, ആ മകൻ്റെ വലത് കിഡ്നിയിൽ 7.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ക്യാൻസർ ഉണ്ടായി. അത് സാധാരണ പോലെ ഓപ്പറേറ്റ് ചെയ്യുവാൻ പറ്റുമായിരുന്നോ ബോബൻ? അത് ഓവറായതുകൊണ്ട് എടുത്തു കളയണമെന്ന് പറഞ്ഞു. പക്ഷേ കിഡ്നി 100% വർക്കിംഗ് ആയിരുന്നു. അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ എടുത്തു കളഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ക്യാൻസറിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും അതിനുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്തത്? അതായത് അത് കിഡ്നി എടുത്ത് കളഞ്ഞിട്ട് ഇമ്യൂണോതെറാപ്പി എന്ന, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ഇമ്യൂണോതെറാപ്പി, കീമോതെറാപ്പിക്ക് മേലെയുള്ള എവരി 21 ഡേയ്സിൽ 21 ദിവസം കൂടുമ്പോൾ അത് ഇഞ്ചക്ഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ 1 വർഷത്തെ ഇഞ്ചക്ഷനായിരുന്നു. ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ MRI CT എടുത്തപ്പോൾ എല്ലാം ക്ലിയർ ആയിരുന്നു, ഒന്നും തന്നെ ഗ്രോത്ത് കണ്ടില്ല. രണ്ടാമത്തെ 6 മാസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇൻഫീരിയർ വീന കവയ്ക്കുള്ളിൽ, അതായത് മെയിൻ വെയിനുള്ളിൽ ഗ്രോത്ത് കണ്ടു. അങ്ങനെ മെയിൻ വെയിനുള്ളിലാണ് പിന്നീട് ഗ്രോത്ത് കാണുന്നത്. അത് ഡോക്ടേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കില്ല എന്നുള്ള കണ്ടീഷനായിരുന്നു. അപ്പോൾ ജീവിതത്തെ തന്നെ, തൻ്റെ ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇവിടെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്.
നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ഇത് ലാസ്റ്റ് ഡേയ്സൊക്കെയാണ്, നിങ്ങളുടെ ഡാഡിയെ വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യണം, സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഉണ്ടായിരിക്കുക, മാക്സിമം അങ്ങനെയൊക്കെ നോക്കണം. അങ്ങനെ ലാസ്റ്റ് വേർഡിലേക്ക് ഡോക്ടേഴ്സ് വരുമ്പോഴാണ് വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇവരുടെ മകൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഇനി യാതൊരു രീതിയിലും ഒരു ട്രീറ്റ്മെൻറ്റും നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് വീണ്ടും ഈ മക്കളെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ വീണ്ടും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. പിന്നീട് ഈ മകൻ ഇവിടെ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ പൂർണ്ണമായും ഉടമ്പടി എടുത്ത്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വഴി പൂർണ്ണമായും സൗഖ്യം കിട്ടിയാണ് ഈ മകൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ കൃപകൾ നൽകി ഈ മകനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഇന്ന് ഇവിടെ വന്ന് എങ്ങനെയാണ്, ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുകയാണോ? ഞാൻ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു. ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ച് ഉപവസിച്ച് സാക്ഷ്യം പറഞ്ഞോളാവുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ഫിലാഡൽഫിയയിൽ നിന്ന് ഇവിടെ വന്ന് 24-ാം തീയതിയാണ് ഇവരിവിടെ വരുന്നത്. അവരിവിടെ സ്റ്റേ ചെയ്യുന്നു. അവർ ഉപവസിച്ച്, അമ്മയുടെ അടുത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, അമ്മ നൽകിയ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകിയ സൗഖ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞായിരിക്കുവാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ജീവിക്കുകയില്ല എന്ന് പറഞ്ഞയാളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷ്യമായി പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, കരങ്ങളടിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.